കല്യാശ്ശേരി തറവാട്ടിലെ പുതിയ അതിഥികൾ എന്ത് പറയുന്നു കുഞ്ഞിരാമ? എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? വിശേഷങ്ങൾ നേരിട്ട് പറയാനാ ലളിതയായിട്ട് ഇങ്ങോട്ട് വന്നത്. അന്നത്തെ കാര്യങ്ങൾ നേരിട്ടറിയാവുന്ന ലളിതയ്ക്കാണല്ലോ. നിന്റെ പാചകവും പരിപാലനവും അനന്തന്മാഷിനും മക്കൾക്കും ബോധ്യപ്പെട്ടോ ലളിത? അനന്തമാഷിനെ പിന്നെ അവിടെ കണ്ടില്ല. വന്നു കയറിയ ദിവസം തന്നെ ഉണ്ണാതെ മടങ്ങി. നിൽക്കില്ല, അനന്തന് കാലുറക്കില്ല കല്യാശ്ശേരിയുടെ മണ്ണില്. മക്കളെ നോക്കാൻ മരുമകനെ ഏൽപ്പിച്ച് പോകേണ്ടി വരും ദൂരേക്ക്. ദുർനിമിത്തങ്ങളൊന്നും കാണിച്ചില്ല ലളിതേ തമ്പായിയുടെ ഉപാസനാമൂർത്തികൾ. മുറിയിൽ സർപ്പത്തെ കണ്ട് നിലവിളിയും ബഹളമൊക്കെ ആയിരുന്നു. സർപ്പോ? ഒന്നും ഉണ്ടായില്ല, വെറും തോന്നല. ആദ്യം ലക്ഷണങ്ങൾ കാണിക്കും, പിന്നെ ദർശനം നൽകും. അതുകൊണ്ടും ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ദംശനം. കുഞ്ഞിരാമന് ഓർമ്മയുണ്ടല്ലോ ലക്ഷ്മി പടിയിറങ്ങിപ്പോയത്. പിന്നെ അവൾ കല്യാശ്ശേരിയുടെ പടി കണ്ടിട്ടില്ല. സന്തതി പരമ്പരകളും ഈ മണ്ണി ചവിട്ടില്ലായിരുന്നു. അവസാന കാലത്ത് ദേവകിയമ്മയ്ക്ക് പേരക്കുട്ടികളോട് തോന്നിയ ഒരു വാത്സല്യം, അനുകമ്പ, സ്വന്തം മകളോട് അന്ന് കാണിക്കാൻ തോന്നാത്ത കരുണ. ദുഃഖിക്കേണ്ടി വരും. കൊലയ്ക്ക് കൊടുക്കാനായി തിരിച്ചു കൊണ്ടുവരേണ്ടിയില്ലായിരുന്നുവെന്ന് ദേവകി അമ്മയ്ക്ക് തോന്നും. വീണ്ടും അവര് വന്ന് ഈ തമ്പായിയുടെ കാലിൽ വീണ് യാചിക്കും, എന്റെ പരമ്പരയുടെ വേരറുക്കരുതെന്ന്. സിംഗപ്പൂരിൽ നിന്ന് വിളിക്കാറുണ്ടോ കുഞ്ഞിരാമ? അതിഥികൾ തറവാട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നു അറിയാൻ വിളിച്ചിരുന്നു. ഒന്നിനും ഒരു കുറവും വരുത്തിരുന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരിലുമാണ് ഏട്ടത്തി അമ്മയ്ക്കിപ്പോ വിശ്വാസവും പ്രതീക്ഷയും. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. 5 പെണ്ണുങ്ങളുടെയും വിശ്വാസം ഒരേപോലെ തന്നെ പിടിച്ചു പറ്റാൻ ലളിത ശ്രമിക്കണം. ആ 5 പേരും തമ്മിൽ തല്ലി പിരിയാൻ നിമിത്തമാകാൻ പോകുന്നത് നീയായിരിക്കും. എന്താ പേടിയുണ്ടോ? ഇല്ല, സാക്ഷാൽ തമ്പായി അങ്ങൊന്ന് കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഭയക്കാനാ? എന്നാലേ കൂടെ വരിക. ഇന്ന് നിങ്ങൾക്കുള്ള അത്താഴം തമ്പായിയുടെ മാളികപ്പുരയിൽ.